ജനങ്ങൾക്ക് വളരെയധികം പ്രയാസമാണ്. ഈ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത് ഏറ്റവും പാവപ്പെട്ട രോഗികളാണ്. രോഗികൾക്കുള്ള ഈ സൗകര്യം നിഷേധിക്കുന്നത് ശരിയല്ല. വളരെ വേഗത്തിൽ അതിവേഗത്തിൽ ഈ സമരം ഒത്തുതീർപ്പാക്കി രോഗികളെ സഹായിക്കണമെന്ന് കേരള സർക്കാരിനോട് മഞ്ചേരി നിയോജകമണ്ഡലം MLA എന്നുള്ള നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സമരം ദിനം പ്രതി കരുത്താർജിക്കുകയാണ്. സമരത്തിന്റെ രീതി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. OP ബഹിഷ്കരണത്തിൽ തുടങ്ങിയ സമരം മറ്റ് രീതികളിലേക്ക് കടക്കുകയാണ്. നമ്മളോടൊപ്പം മഞ്ചേരി MLA അഡ്വക്കേറ്റ് UA ലത്തീഫ് കൂടെയുണ്ട്. ഡോക്ടർമാർ കുറച്ചധികം കാലങ്ങളായി മഞ്ചേരി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള സമരം തുടരുകയാണല്ലോ. ഒരു MLA എന്ന നിലയിൽ താങ്കൾക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയെല്ലാം ഇടപെടാൻ സാധിക്കും? മഞ്ചേരി മെഡിക്കൽ കോളേജ് ഈ ജില്ലയുടെ ഒരു പ്രതീക്ഷ എന്നുള്ള നിലയിൽ നമുക്ക് ലഭിച്ച ഒരു വലിയ വരദാനമാണ്. പക്ഷേ അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വളരെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ചേരി MLA എന്നുള്ള നിലയിൽ കേരളത്തിലെ നിയമസഭക്കകത്ത് നിരവധി തവണ അവസരം ലഭിച്ചപ്പോഴൊക്കെ ഞാൻ അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മഞ്ചേരി സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർമാർ തന്നെ കുറവാണ്. ഇപ്പോൾ അവർ കേരളത്തിലാകമാനം സമരം ആരംഭിച്ചിരിക്കുകയാണ്. സമരം ആദ്യം ഒന്ന് നടത്തി, പക്ഷെ അത് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഇടപെട്ട് തൽക്കാലം അവരത് നിർത്തിവെച്ചു. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്നാണ് അവർ മനസ്സിലാക്കിയത്. ഏതായാലും ഇപ്പോൾ വീണ്ടും ആവശ്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരം ആരംഭിച്ചു. സർജറി നിർത്തിവെച്ചു. OP പോലും ബഹിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ജനങ്ങൾക്ക് വളരെയധികം പ്രയാസമാണ്. ഈ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത് ഏറ്റവും പാവപ്പെട്ട രോഗികളാണ്. അല്ലാത്തവർക്ക് ഇവിടെ ധാരാളം പ്രൈവറ്റ് ആശുപത്രികളുണ്ട്, വലിയ സ്വകാര്യ ആശുപത്രികൾക്കുണ്ട്. പക്ഷേ ഒരു ഗതിയില്ലാത്ത ജീവിതത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവങ്ങൾക്കുള്ള ഏക ആശ്രയമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് ഈ സമരം വളരെ വേഗത്തിൽ തീർക്കണം. ഞങ്ങൾ ഈ സമരം അനാവശ്യമാണെന്ന് പറയുന്നില്ല. ഗവൺമെൻറ് ഡോക്ടർമാരുടെ അവർ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിന് വേഗം ഒരു പരിഹാരവുമായി സംസാരിച്ച് ഇത് തീർപ്പാക്കി ഈ പാവപ്പെട്ട രോഗികളെ സഹായിക്കുവാൻ ഗവൺമെൻറ് മുമ്പിട്ട് വരണം. ഈ സമരത്തിന് പ്രതിപക്ഷ MLA എന്നുള്ള നിലക്ക് എല്ലാവിധ ഭാവുകളും നേരുകയാണ്. ആ സമരം വിജയിക്കണം. അതോടൊപ്പം രോഗികൾക്കുള്ള ഈ സൗകര്യം നിഷേധിക്കുന്നത് ശരിയല്ല. വളരെ വേഗത്തിൽ അതിവേഗത്തിൽ ഈ സമരം ഒത്തുതീർപ്പാക്കി രോഗികളെ സഹായിക്കണമെന്ന് കേരള സർക്കാരിനോട് മഞ്ചേരി നിയോജകമണ്ഡലം MLA എന്നുള്ള നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.